ഹലോ ഗൈസ്, കൊമേഴ്സ് ഡോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മെറ്റീരിയൽ വേരിയൻസ്. മെറ്റീരിയൽ വേരിയൻസിലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വേരിയൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നതാണ് വേരിയൻസ്. അതിൽ തന്നെ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട വേരിയൻസ് ആണ് മെറ്റീരിയൽ വേരിയൻസ്. മെറ്റീരിയൽ വേരിയൻസിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ട്. ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രൈസ് വേരിയൻസും വരും, യൂസേജ് വേരിയൻസും വരും. ഇനി യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ മിക്സ് വേരിയൻസും വരും, ഈൽഡ് വേരിയൻസും വരും. ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് പഠിക്കുന്നത്. എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? ഇറ്റ് ഈസ് ദ വേരിയൻസ് ഇൻ ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. റോ മെറ്റീരിയൽസിന് വേണ്ടി ചിലവാകുന്ന തുക, അതാണ് മെറ്റീരിയൽ കോസ്റ്റ്. അത് നമ്മൾ ആ ഒരു കോസ്റ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ നിന്നും കൂടുകയോ കുറയോ ചെയ്യുന്നതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. MCV ഈസ് അൺഫേവറബിൾ ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ പ്ലാൻ ചെയ്ത കോസ്റ്റിലും കൂടുതലാണ് ആക്ച്വലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അൺഫേവറബിൾ ആണ്. നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിലും കുറവാണ് മെറ്റീരിയൽ കോസ്റ്റ് എങ്കിൽ വേരിയൻസ് ഫേവറബിൾ ആണ്. കോമൺ സെൻസ് ആണ്. നമ്മളുടെ ചിലവ് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡിലും കുറവാണ് ആക്ച്വലെങ്കിൽ അതാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. എന്താണ് ഇക്വേഷൻ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഇക്വേഷൻ ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അതുതന്നെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വൽ കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് മെയിനായിട്ടും വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. പിന്നെ നമ്മൾ ഗ്രാഫിക് കാണിച്ചിരുന്നു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ സമ്മാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താലും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടും. ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ കമ്പനി ഇൻ ഇന്ത്യ മാനുഫാക്ചേഴ്സ് umbrellas and the standard cost of material to produce one umbrella is 50. Standard cost 50 ആണ്. കമ്പനി എക്സ്പെക്റ്റഡ് ടു പ്രൊഡ്യൂസ് 500 umbrellas ഡ്യൂറിങ് ദ പീരിയഡ്. അപ്പോൾ 500 അംബ്രല്ല 50 രൂപയ്ക്ക് മെറ്റീരിയൽ വാങ്ങിച്ചുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 50ഉം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 500. Now let's say that during a period company actually produced 500. സ്റ്റാൻഡേർഡ് 500 ആയിരുന്നു, ആക്ച്വലും 500 ക്വാണ്ടിറ്റി തന്നെയാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിൽ വ്യത്യാസമില്ല. ഹവർ ഡ്യൂ ടു ഫേവറബിൾ പർച്ചേസിങ് കണ്ടീഷൻ ദേ ആർ ഏബിൾ ടു പർച്ചേസ് മെറ്റീരിയൽ അറ്റ് എ ലോവർ പ്രൈസ് ഓഫ് 45. 50 രൂപയ്ക്ക് വാങ്ങേണ്ട മെറ്റീരിയൽ 45 രൂപയ്ക്ക് വാങ്ങാൻ പറ്റി. ഫേവറബിൾ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അറിയാം. എന്നാലും നമുക്ക് ഇക്വേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ നോക്കാം. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 500 അംബ്രല്ലാസിന് വേണ്ടി 50 മെറ്റീരിയൽ ഈച്ച്, അല്ല 50 റുപ്പീസിൻ്റെ മെറ്റീരിയൽ ഈച്ച്. അപ്പോൾ ടോട്ടൽ 500 ഇൻറ്റു 50 25,000 ആണ് മെറ്റീരിയലിന് വേണ്ടി ചിലവാകുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ആക്ച്വലിയോ 45 രൂപയ്ക്ക് 500 കുടയ്ക്ക് വേണ്ട സാധനങ്ങൾ, ഒരു കുടയ്ക്ക് 45 രൂപയുടെ സാധനം, അങ്ങനെ 500 കുടകൾക്ക് വേണ്ടിയുള്ള സാധനം നമുക്ക് കിട്ടി. സോ 500 ഇൻറ്റു 45 22,500 ചിലവായുള്ളൂ. അപ്പോൾ 2,500 എന്ന് പറയുന്നത് 25,000 മൈനസ് 22,500 2,500 എന്ന് പറയുന്നത് നമുക്ക് ലാഭമാണ്. അതാണ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഫേവറബിൾ വേരിയൻസ് ആണ്. എഫ് എന്ന് നമ്മൾ ബ്രാക്കറ്റിലിടും. ഫേവറബിൾ ആയിട്ടുള്ള വേരിയൻസ് ആണ്. കമ്പനിക്ക് അനുകൂലമാണ്. 50 രൂപ മുടക്കേണ്ടടുത്ത് 45 രൂപ മുടക്കേണ്ടി വന്നോളൂ. 5 രൂപ പെർ യൂണിറ്റ് ലാഭമാണ്. ടോട്ടൽ ലാഭം എത്രയാണ്? 5 ഇൻറ്റു 500 2500 ലാഭമാണ്. സോ ഇങ്ങനെ മെറ്റീരിയലിന് വേണ്ടി ചിലവാകുന്ന തുകയിൽ വരുന്ന ആ ഒരു വ്യത്യാസം, നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിൽ നിന്നും വരുന്ന ആ ഒരു വ്യത്യാസം ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്നുള്ള കാൽക്കുലേഷനാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ ഫേം പ്രൊഡ്യൂസസ് പ്രൊഡക്റ്റ് എക്സ് ഇൻ ബാച്ചസ് ഓഫ് 100 പീസസ്. അപ്പം എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 100 യൂണിറ്റ് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ഫോർ ഡയറക്റ്റ് മെറ്റീരിയൽ പെർ ബാച്ച് ഈസ് 50 kg അറ്റ് ₹80 per kg. അപ്പോൾ ഈ 100 പീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ചിലവാകുമെന്ന് കമ്പനി വിശ്വസിച്ച് കമ്പനി ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് 50 കിലോ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് 100 പീസസ് എക്സ് ഉണ്ടാക്കാം.
ഇനി 50 കിലോ റോ മെറ്റീരിയലിൽ 80 പെർ കെ ജിയാണ് വില വരുന്നത്. അത് സ്റ്റാൻഡേർഡ് ആട്ടോ, സ്റ്റാൻഡേർഡ് പ്രൈസാണ് 80 പെർ കെ ജി. 1 കിലോയ്ക്ക് 80 രൂപയായിരിക്കണം ചിലവ്. അപ്പം മൊത്തത്തിൽ ആ ഒരു മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി എത്ര ചിലവാകും? 4000. 50 × 80 4000 റുപ്പീസ് ചിലവാകും. അപ്പം 100 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് 4000 രൂപ ചിലവാകും. 50 കിലോ വാങ്ങണം. ഇതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തു. ഇനി ആക്ച്വൽ ഡീറ്റെയിൽസ് നോക്കാം. ആക്ച്വൽ ഡീറ്റെയിൽസിൽ എ എന്ന് പറയുന്ന കേസിൽ നമ്മൾ 100-ന് പകരം 108 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതിനുവേണ്ടി എത്ര റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചു? 50 കിലോ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചു. 1 കിലോയ്ക്ക് 82 രൂപയായി. ഓക്കെ, അങ്ങനെ ആക്ച്വൽ കോസ്റ്റ് 4100 ആയി. ഇനി സെക്കൻഡ് ബി കേസിൽ 100 യൂണിറ്റ്സ് തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുവേണ്ടി നമുക്ക് 52 കിലോ ചിലവായി. ആക്ച്വൽ മീൻസ് സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതൽ ചിലവായി. എന്നാൽ 1 കിലോയ്ക്ക് 78 രൂപയെ ചിലവായുള്ളൂ. പ്രൈസ് കുറഞ്ഞു. ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു? 4056. തേർഡ് കേസിൽ നമ്മൾ 96 യൂണിറ്റ്സ് ആണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്. അതിന് വേണ്ട ക്വാണ്ടിറ്റി വന്നത് 48 കിലോയാണ്. 1 കിലോയ്ക്ക് 81 രൂപ കൊടുക്കേണ്ടി വന്നു. ടോട്ടൽ കോസ്റ്റ് 3888. അപ്പം എ ബി സി 3 സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഓരോന്നിലും നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കണം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടെ കാണിക്കാം. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ടിന് വരുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്മൾ കണ്ടു പല കേസിൽ എ ബി സിയിലൊക്കെ ഔട്ട്പുട്ട് വ്യത്യാസമാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 100 ആയിരുന്നെങ്കിലും എ ബി സി ഓരോ സിറ്റുവേഷനിലും ഔട്ട്പുട്ട് വ്യത്യാസമാണ്. സോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമ്മുടെ എ കേസിൽ ഫസ്റ്റ് കേസിൽ എന്താണ്? 100 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 50 കിലോയുടെ റോ മെറ്റീരിയലാണ് വേണ്ടത്. ഓക്കെ, 50/100 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 108. ഓക്കെ, എ കേസ്, എ എന്ന് പറയുന്ന കേസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ 108 യൂണിറ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കിയത് 50 കിലോ കൊണ്ട്. 50 കിലോ കൊണ്ടല്ല, 108 യൂണിറ്റ്സ് ആണ് നമ്മൾ ആക്ച്വലി ഉണ്ടാക്കിയത്. 100 യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 50 കിലോ വേണം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്. സോ ആക്ച്വലി വരുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയായിരിക്കും? 54 യൂണിറ്റ്സ് ആണ് വരുന്നത്. 100 യൂണിറ്റ് ഉണ്ടാക്കാൻ 50 കിലോയാണ് വേണ്ടത്. അപ്പോൾ 108 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി 54 കിലോയാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 80 രൂപ. അത് ക്വസ്റ്റ്യന് ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും കിട്ടി, സ്റ്റാൻഡേർഡ് പ്രൈസും കിട്ടി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇതിൽ നിന്നും നമ്മൾ ആക്ച്വലി യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയും ആക്ച്വൽ പ്രൈസും അത് ടേബിളിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 50 ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി. 50ക്ക് 1 കിലോയ്ക്ക് 82 രൂപയാണ് ചിലവ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4320 ആണ് സ്റ്റാൻഡേർഡ് വരുന്നത്. ആക്ച്വലി 4100 ചിലവായുള്ളൂ. സോ നമുക്ക് 220 രൂപ ലാഭമാണ്. 220 ഫേവറബിൾ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. സെക്കൻഡ് സിറ്റുവേഷനിൽ 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് 52 കിലോ ഉപയോഗിച്ച്. സ്റ്റാൻഡേർഡ് എത്രയാണ്? സ്റ്റാൻഡേർഡ് 100 യൂണിറ്റ്സിന് 50 കിലോ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് 80 ആണ്. ആക്ച്വൽ പ്രൈസ് 78 വന്നത്. ഈ രണ്ട് ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണാം. എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് വലിയ വ്യത്യാസം വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ഇക്വേഷന് വേണ്ടി അത് ചെയ്യാം. 50 ആണ് 100ന് വരുന്ന സ്റ്റാൻഡേർഡ്. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് 100 തന്നെയാണ്. സോ 50 ആണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇത് രണ്ടും ക്യാൻസലായി പോകും. 50 × 80 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇത് രണ്ടുമാണ് സ്റ്റാൻഡേർഡ്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വലി നമുക്ക് എത്രയാണ് കിലോ ചിലവായത്? 52 kg ആണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 78. ഓക്കെ, അപ്പോൾ 4000 ആയിരുന്നു നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ചിലവ്. 4056 ആണ് ആക്ച്വലി വന്ന ചിലവ്.
₹56 നഷ്ടമാണ്, അൺഫേവറബിൾ ആണ്. തേർഡ് കേസ് നോക്കാം. തേർഡ് കേസിലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 50 കിലോയാണ് സ്റ്റാൻഡേർഡ്. ഇവിടെ 96 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതിനുവേണ്ടി 48. സോ നമ്മൾ 96ൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കണം. ഇനി 80 per kg ആണ് പ്രൈസിൻ്റെ സ്റ്റാൻഡേർഡ്. 81 ആണ് നമുക്ക് ആക്ച്വലി വന്ന പ്രൈസ്. ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 50/100 ഇതാണ് സ്റ്റാൻഡേർഡ് ഇൻറ്റു 96 ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, ഇൻറ്റു എത്ര രൂപയാണ് പ്രൈസ് വരുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് 80. ഇത്രയാണ് സ്റ്റാൻഡേർഡിൻ്റെ ഡീറ്റെയിൽസ്. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 48 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് 81 ചെയ്യുമ്പോൾ 3480 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വരുന്നത്. ആക്ച്വലി നമുക്ക് 3888 ചിലവായി. സോ ₹48 നഷ്ടമാണ്, അൺഫേവറബിൾ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണുന്നത്. ഒന്നുമില്ല, ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന് എത്രയായിരിക്കണം സ്റ്റാൻഡേർഡായിട്ട് വേണ്ട റോ മെറ്റീരിയൽസ്, അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അതിൽ നിന്ന് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വലി നമുക്കുണ്ടായ ആ ഒരു പ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഫ്യൂച്ചർ ക്ലാസ്സിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിക്കോളും. ജസ്റ്റ് ഈ ഒരു ഇക്വേഷനും ഈ ഒരു പ്രോബ്ലവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ബേസ് കിട്ടും. ഈ ബേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.